അപ്പോൾ ഇന്ന് മഞ്ഞൾ ബാക്കി വയ്ക്കുന്നത് കാണാം. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കൊല്ലം വെറുതെ ഇരിക്കാൻ കാരണം തന്നെ ലൈഫിനെ കുറിച്ച് ആലോചിച്ച് പേടിച്ചിട്ടാണ്. 10 കഴിഞ്ഞു, തരക്കേടില്ലാത്ത മാർക്കുള്ളതുകൊണ്ട് എങ്ങനെയോ ഉന്തിത്തള്ളി +1 +2 സയൻസ് എടുപ്പിച്ച് വിട്ടു. +1 +2 പഠിച്ച് തരക്കേടില്ലാത്ത മാർക്ക് വാങ്ങി പാസ്സായപ്പോൾ അങ്ങനെ ഡിഗ്രിക്ക് കൊണ്ടുവിട്ടു. ഇതെന്തത് 10 കഴിഞ്ഞാൽ +2, +2 കഴിഞ്ഞാൽ ഡിഗ്രി, ഡിഗ്രി കഴിഞ്ഞാൽ PG B.Ed. ഇതെവിടേക്കാണ് ലൈഫ് പോകുന്നത്? ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് പോകുന്നുണ്ട്. ടെൻഷൻ ആവാൻ തുടങ്ങി. ഇത് ലൈഫാണ്, റേസല്ല. ഇനി ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് കാണാനും ഒരുപാട് അനുഭവിക്കാനും ഉണ്ട്. ഇതൊന്നും അറിയാതെ ഓടി പറന്ന് എവിടേക്കായി പോണേ? ജീവിതം പഠിക്കണ്ടേ? അപ്പോൾ ജീവിതം പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കൊല്ലം വെറുതെ ഇരുന്ന് വിചാരിച്ചു, ജീവിതം പഠിക്കണമെങ്കിൽ മറ്റുള്ളൊരു ജീവിതം കാണുക തന്നെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റിയിൽ നല്ല സാലറി വാങ്ങി വൈറ്റ് കോളർ ജോബ്സ് ചെയ്ത് നടക്കുന്ന ആൾക്കാരുടെ ലൈഫല്ല. നല്ല സാധാരണക്കാർ കൂലിപ്പണിക്ക് പോകുന്ന ഒരു ദിവസത്തെ ചിലവ് കഴിച്ചു കൂട്ടാൻ കഷ്ടപ്പെടുന്ന ആൾക്കാരെ പോലെ കൂലിപ്പണിക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ജീവിതമെന്ന്. അതുകൊണ്ട് ഞാൻ ഒരു കൊല്ലം കുറേ പണിക്ക് പോയി. അങ്ങനെ കുറേ പണിക്ക് പോയപ്പോൾ എനിക്കൊരു സംഭവം മനസ്സിലായി. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പണം തന്നെയാണ്. പിന്നെ ഇന്ന് എന്തോ ഞാൻ പണിയെടുക്കുന്നത് കണ്ടിട്ട് തോന്നുന്നു അമ്മ എന്നെ സഹായിക്കാൻ വന്നു. പിന്നെ കൂടെ അമ്മ ഉണ്ടായിരുന്നു പണിയെടുക്കാൻ. അമ്മയുള്ളതുകൊണ്ട് എൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തീരും. കാരണം ചെറിയ ചെറിയ പണിയൊക്കെ അമ്മ എനിക്ക് പെട്ടെന്ന് ചെയ്തു തരും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ ബൈ.